പക്ഷേ സാധനം കസ്റ്റമറെ കിട്ടിയെത്തിയില്ല. അത് ഫുൾ ഉഡായിപ്പാണല്ലോ. ഓ ഡ്യൂട്ടി സ്റ്റോപ്പ്ഡ് ആയല്ലോ. അടിച്ചു മാറ്റി വന്നെങ്കിൽ സ്വന്തമായിട്ട് തിന്നു വേണം. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജനുവരി 31 കേട്ടോ. ഈ മാസത്തെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അത്യാവശ്യം നല്ല ഓർഡറുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്കറിയാം. നമ്മൾ ഇന്നലെ പറ്റി 250 300 രൂപ ഉണ്ട്. 294 കൂടെ ഒരു 6 രൂപയും കൂടെ വേണം. പോസിറ്റീവായിട്ട് വേണം. അതിൻ്റെ ഇടയ്ക്കൂടെ നൈസിന് എങ്ങനെയെങ്കിലും പോകാൻ നോക്കുവാണ്. വരെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 250 രൂപ വരെ കിട്ടിയതേ ഉള്ളൂ. ഏകദേശം നമുക്കൊരു 9:30-10 മണിക്ക് വരെ ആയപ്പോൾ തന്നെ ഒരു 294 രൂപയാണ് ഇന്നലെ ആയത്. പിന്നെ ബാക്കി എന്തോന്ന് അറിയത്തില്ല. ഇന്നലത്തെ നല്ല പ്രവൃത്തിയുടെ ആണോ ആൾക്കാരുടെ മനസ്സിൻ്റെ ആണോ പ്രാർത്ഥന എന്തോന്ന് അറിയത്തില്ല. നമുക്ക് അവസാനം ഇന്നലെ ആയപ്പം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച പോലെ പറഞ്ഞ പോലെയും 750 രൂപ കിട്ടി കേട്ടോ. 750 മേളിൽ കിട്ടി. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും നല്ല ഓർഡർ വരുന്നതാണ്. കാരണം ഇന്നലെ ഈ മാസം അവസാനമായതുകൊണ്ട് ഇന്നൊക്കെ ഓർഡർ കുറവാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ കാണാനുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിലൂടെ ആയാലും യൂട്യൂബിലൂടെ ആയാലും കമൻറ്റുകളിലൂടെ ആയാലും എല്ലാം വളരെ വലിയ സപ്പോർട്ടാണ് ആൾക്കാർ ഇരുന്നത്. അപ്പം എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി. അപ്പം ഞാനത് അറിഞ്ഞ് ഞാൻ സംഭവം നോക്കിയായിരുന്നു. അപ്പം മൈക്കിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം എല്ലാവരും പറഞ്ഞു. അപ്പം ഞാനത് നോക്കിയിട്ടുണ്ട്. പക്ഷേ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല കണ്ടൻറ്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മൈക്ക് ഇപ്പം വേറെ മൈക്ക് വാങ്ങിക്കാനുള്ള പൈസ ഇപ്പോൾ എന്തായാലും നമ്മൾ റെഡി ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി മൈക്കിലോട്ട് മാറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യത്തെ സൂപ്പർ ചാറ്റൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ താങ്ക്സ് സൂപ്പർ ചാറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പേരെന്നെടുത്ത് പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ തോട്ട് ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ് എനിക്ക് ആദ്യമായിട്ട് സൂപ്പർ ചാറ്റ് വന്നത്. ഞാൻ എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും എടുത്ത് പറഞ്ഞേ. അപ്പോൾ അത് കമൻറ്റിൽ എടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ആദ്യത്തെ ഓർഡർ എന്തായാലും സംസമിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 30 രൂപയുടെ ചെറിയൊരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേറെ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സംസമിൽ ചെന്നിട്ട് കാണാം. ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ്ട് നമ്മുടെ സംസമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, കൊട്ടാരക്കരയുള്ള. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം അകത്ത് ഓർഡർ കളക്ട് ചെയ്യാം. അപ്പോൾ ഇന്നെന്തായാലും നല്ല പോസിറ്റീവ് ഡേ ആണ് കേട്ടോ. നല്ല ഒരു എനർജറ്റിക്കാണ്. നമ്മൾ വൈകിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങിക്കൊണ്ടായിരിക്കും. ഇപ്പോഴും നമ്മൾ ജോലിയൊക്കെ ഇറങ്ങുന്നതിന് കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങിക്കാൻ പ്രത്യേക ഒരു എനർജി കേട്ടോ. അപ്പോൾ ഇവിടെ ആണല്ലോ ലൊക്കേഷൻ കാണുക. ഇവിടെ നിന്ന് ലെഫ്റ്റ് അകത്തോട്ടാണ്. ഇപ്പോൾ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. മാപ്പ് നമ്മൾ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഇതാ ഇവിടെ അതല്ലയോ. താങ്ക് യു. 39 പൊളി. പുതിയൊരു ഹോട്ടൽ നമ്മുടെ സ്വിഗ്ഗിയിൽ കൊട്ടാക്കര ആടിയിട്ടുണ്ട്. ബേക്കേഴ്സ് എന്നാണ് അപ്പോൾ എൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേഗം പോയി ഓർഡർ കളക്ട് ചെയ്യട്ടെ. 28 രൂപയുടെ ഓർഡറാണ്. അപ്പോൾ തൊട്ട് നമ്മൾ കൊട്ടാരക്കരയിൽ നേരത്തെ 10 മണിയായിരുന്നു. അപ്പോൾ ഇപ്പം തൊട്ട് നമ്മൾ കൊട്ടാരക്കര 11 മണി വരെ ആക്കിയിട്ടുണ്ട് സ്വിഗ്ഗി. അപ്പം 11 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ ഫുഡ് ഓർഡർ ചെയ്യാം. ഫുൾ മീറ്റ് റോള് 9298 സ്വിഗ്ഗി. ഒന്നില്ലയോ? വേറെ ഷോപ്പുണ്ടോ കേട്ടോ? അല്ല 2 ഷോപ്പുണ്ടോ? നോക്കേ തുടങ്ങിയായിരുന്നു. ഓ ഗൈസ്, അപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. എനിക്കറിയത്തില്ല, എന്തോ മിസ്റ്റേക്ക് ഇറങ്ങാണ്ട് വന്നേ. അപ്പം റെസ്റ്റോറൻറ്റ് ഓർഡർ വന്നിട്ടില്ലെന്ന് പറഞ്ഞത്. ചില സമയത്ത് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് സപ്പോർട്ടിൽ ചാറ്റ് ചെയ്യാം. ഓർഡർ നോട്ട് പ്ലേസ്ഡ് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഷോപ്പിൽ വന്നേട്ടോ. അപ്പോൾ അവർ പറയുന്ന ഓർഡർ ഇവിടെ വന്നിട്ടില്ലെന്ന്. അപ്പോൾ അവർ ഓഫ് ചെയ്തിട്ടേക്കും. അപ്പോൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഓർഡർ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ അവർ പറഞ്ഞത് ഓർഡർ അവിടെ എത്തിയിട്ടില്ല. ഓട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാൻസൽ ആയ ഓർഡറിന് എനിക്ക് 10 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 28 രൂപയുടെ ഒരു ഓർഡറാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പിക്കപ്പ് ചെയ്യുക. അപ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ്ട് KFCയുടെ ഫ്രണ്ടിലെത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ഓർഡർ കളക്ട് ചെയ്യാം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. അയ്യോ, അത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് വളരെ സത്യമുള്ളൊരു ജോലിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. അതായത് കറക്റ്റായിട്ട് സ്വിഗ്ഗിയെ സംബന്ധിച്ചാലും സൊമാറ്റോ സംബന്ധിച്ചാലും കറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് വരും, കാര്യങ്ങൾ വരും. അത് ഡെലിവറി ബോയ്സിനായാലും റെസ്റ്റോറൻറ്റ്സിനായാലും. അപ്പോൾ നമ്മളിതിൽ എന്തെങ്കിലും ഉടായ്പ കാണിക്കുന്ന അല്ലെങ്കിൽ കള്ളത്തരം ചെയ്യുന്നവന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്തെങ്കിലും സാലറി പിടിച്ച് വെക്കുന്നതായാലും നമ്മുടെ കമ്പനിയിൽ നിന്ന് സാലറി പിടിച്ച് വെക്കുന്നതായാലും റെസ്റ്റോറൻറ്റിൻ്റെ പേയ്മെൻറ്റ് ഡിലേ ഹോൾഡ് ചെയ്ത് വെക്കുന്നതായാലും അല്ലാതെ എല്ലാവർക്കെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ഉണ്ട് കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓർഡർ പിക്ക് ചെയ്തിട്ട് അടുത്ത് സംസാരിക്കും. KFCയിൽ ഇച്ചിരി തിരക്കാണ്ട്. ആൾറെഡി റെസ്റ്റോറൻറ്റിൽ തന്നെ നല്ല ഫുള്ളാണ്. അപ്പം കുറച്ചൊരു ഡിലേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ സത്യമുള്ള ജോലിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ വർക്കിംഗ് പാറ്റേൺ ആയാലും സ്ട്രാറ്റജിക്സ് ആയാലും കറക്റ്റായിട്ട് കമ്പനി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നത്.
അപ്പോൾ ഒരു ഓർഡർ പോലും ഡിനേ ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഓർഡർ പോലും ഡിനേ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വീഡിയോയിൽ. പിന്നെ നമ്മൾ കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം പാലിച്ചുകൊണ്ട് ഒരു ദിവസം പോലും ഒരു മിസ്റ്റേക്സും വരാതാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ കസ്റ്റമർ കെയർ ഇരിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇവിടെ ആരാണ് കള്ളത്തരം കാണിക്കുന്നത്. പറഞ്ഞുകൊണ്ട് വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന കമൻറ്റ്, ആ കമൻറ്റിൽ പറഞ്ഞേക്കുന്നത് വളരെ രസകരമുള്ള കമൻറ്റാണ് കേട്ടോ. കമൻറ്റ് പറയാൻ എനിക്കറിയാം. തിരുവനന്തപുരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മിനിമം ഓരോ ഓർഡറിന് 25. ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മിനിമം എന്ന് പറഞ്ഞാൽ ഓരോ ഓർഡറിന് 20. അപ്പോൾ ഓരോ ഓർഡറിന് 25 കിട്ടിയിട്ട് പോലും പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 750 കിട്ടുന്ന കാര്യം പാടാണ്. അപ്പോൾ 750 കിട്ടത്തില്ല, 750 കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ ആ ചേട്ടനെ കാർ എടുത്തപ്പോൾ ഈ ബൈക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇങ്ങോട്ട് ഇടിച്ച് ആ വണ്ടിയുടെ പെയിനും പോയി വീണാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ട ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മൾ പ്രതികരിക്കാതിരിക്കല്. ഇവിടെ ഇല്ലാത്തൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരണശേഷിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം നീലേശത്തോടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഇത് പറയുന്നത് തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഓർഡറിന് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു ഓർഡറിന് ഏറ്റവും മിനിമം 20 രൂപയാണ് ഒരു ഓർഡറിന് കിട്ടുന്നത്. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് പുള്ളിക്ക് കിട്ടുന്ന 25. അപ്പോൾ പുള്ളി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് 25, എനിക്ക് 20 കിട്ടുന്നത്. എന്നിട്ടും ഇവിടെ 750 കിട്ടുന്നത് നടക്കാത്ത കാര്യമാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ ആ വീഡിയോയിലും അതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിലും എനിക്ക് 750 മേളിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ്. പിന്നെ സ്വിഗ്ഗിയുടെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ്. ഓർഡർ ഇല്ലാത്ത നമ്മളിപ്പം എല്ലാവരുടെയും കാര്യങ്ങളും കൊണ്ടോ എല്ലാവരുടെയും കാര്യം എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ കമ്പനി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറ്റം പറയുന്നവർക്ക് കുറ്റം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ സംസാരിച്ചിട്ട് തന്നെ കാര്യമില്ല. പിന്നെ അവധി പറഞ്ഞേക്കുവാണ് കൊല്ലത്ത് നിന്നുള്ളവർ തിരുവനന്തപുരത്ത് സ്ട്രൈക്ക് ചെയ്യുന്നത്. നിങ്ങൾ കൊല്ലത്തുള്ളവർ തിരുവനന്തപുരത്ത് പോയോ, നിങ്ങൾ കണ്ണൂർ പോയോ, എറണാകുളത്ത് പോയോ, നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യോ, നിങ്ങൾ ആര് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തേലും കമ്പനിക്കൊന്നുമില്ല. സ്വിഗ്ഗിക്ക് ഞാനും ഒന്നുമല്ല, നിങ്ങളും ഒന്നുമല്ല. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ആരും ജോലിയായിട്ട് കാണും. ഇത് നിങ്ങളെ ഒരു ജോലിക്കാരനായിട്ട് കമ്പനി പോലും കണ്ടിട്ടില്ല. അവർ പറയുന്നത് നമ്മളെ വിളിക്കുന്ന ഡെലിവറി പാർട്ട്നേഴ്സ് എന്നാണ്, DP എന്നാണ് നമ്മുടെ ഇതിനകത്ത് അവർ നമ്മളെ വിശേഷിപ്പിക്കുന്നത് പോലും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ കമ്പനി ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് ഞാനെന്നോ നിങ്ങളെന്നോ ഒന്നുമില്ല. കമ്പനിക്ക് നിങ്ങൾ വർക്ക് ചെയ്തില്ലേലും ഒന്നുമില്ല. വർക്ക് ചെയ്തില്ലേലും കമ്പനിക്ക്, നിങ്ങൾ വർക്ക് ചെയ്തില്ലേലും കമ്പനിക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറ്റം പറഞ്ഞേക്കാൻ നല്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ലോഗ് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോകാം കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ ശ്രീലക്ഷ്മി? അല്ല, ഇത് നമ്മുടെ സ്വന്തം. അതെ, താങ്ക് യു. കേട്ടോ വേറെ പ്രത്യേകത, ഞാൻ തൊട്ട് അടുത്ത് തന്നെ നിൽക്കുന്നത് സോണിൻ്റെ. അപ്പോൾ സമയം ഇപ്പോൾ 8:30 ആയി കേട്ടോ ഏകദേശം. ഇന്ന് ഏണിങ്സ് കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരധികം വലിയ ഏണിങ്സ് ഒന്നും അല്ല, 77 രൂപ. പക്ഷേ ഞാൻ നല്ല കോൺഫിഡൻ്റ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ എടുത്ത് നോക്ക്. എന്നങ്ങനെ ഉറപ്പൊന്നും ഞാൻ പറയത്തില്ല എന്നും 750 കിട്ടുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ദിവസം ഓർഡർ കുറവുള്ള ദിവസങ്ങളൊക്കെ വരാം. ഉറപ്പായിട്ട് അങ്ങനെ വേണം. എല്ലാ ദിവസവും നമുക്ക് 1000 2000 വെച്ച് കിട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇടയ്ക്കൊരു ഡിലേയും വരണം. കാരണം നമുക്കൊന്ന് ഡിലേ അടിച്ചാൽ ഇപ്പോൾ ഈ ആഴ്ച ഈ കമ്പനിയുടെ ഇതെന്ന് വെച്ചാൽ പാറ്റേൺ അവർക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു ഡെലിവറി ബോയ്ക്ക് എത്ര രൂപ ഏൺ ചെയ്തു. എന്നാൽ ഒട്ടും ഇല്ലാത്തവർക്ക് വേണ്ടി ഇതാണ് നമുക്ക് അടിപൊളി. അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് രാജധാനിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. ഓർഡർ ചെയ്തായിരുന്നോ ഫുഡ്? സ്പോട്ടിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. താങ്ക് യു കേട്ടോ. അതാണ് മിസ്റ്റർ ഡെലിവറി. ഏറ്റവും എന്തായാലും ലേറ്റസ്റ്റ് ആവരുവേ. ഇന്ന് വീണ്ടും 28 പലാറ്റിനോ. നമുക്ക് തിരിച്ചു പോകണം. സർജുള്ള ദിവസം നമുക്ക് നല്ല ഷോർട്ട് ഓർഡറുകൾ പൊളിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അധികം ദൂരം പോകണ്ട. എനിക്കിപ്പോൾ ലാഭം, ആർക്കായാലും ലാഭമാണ്. സർജ് മിക്ക ദിവസങ്ങളും നമുക്ക് സർജൊക്കെ ഇട്ട് നമ്മൾ കമ്പനി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഈ ഓർഡറിന് ഏകദേശം 30 രൂപ ആയിരുന്നു. 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടത്. ഇതിനൊന്നും കുറ്റം പറയാനില്ല. അന്നു അതല്ലയോ? താങ്ക് യു, താങ്ക് യു.
ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ എത്ര നോക്കട്ടെ. 1 കിലോമീറ്റർ എനിക്ക് മൊത്തം 28. സൂപ്പർ. 20 minutes later. പേപ്പർ നനഞ്ഞ കേട്ടോ മേളിലെ. ഇപ്പം താങ്ക് യു. അടിപൊളി. വീണ്ടും 28 പൊളിച്ചു. 32-38 82-38. ആ ഇത് മിനിറ്റ്. നമ്മൾ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫുഡിൽ കാണിച്ചത് എന്തോ റെഡി ആയിരുന്നു. KFC നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വർക്കേഴ്സാണ് അവിടെ, ഓർഡർ കൂടുതലാണ്. അപ്പോൾ അവർ ഇപ്പോൾ നമുക്കൊന്നും പറയാനില്ല, തിരക്കാണ്. അവർ സ്പീഡപ്പ് ചെയ്യാൻ നോക്കുക, കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. കിട്ടില്ല KFCയിൽ ഇവിടെ കൊട്ടാരക്കരയല്ല ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഓർഡർ പോകുന്നത്. ഇതിലും തിരക്കുള്ള വേറെ റെസ്റ്റോറൻ്റ്, ഇതിനെ കുറ്റം പറഞ്ഞതല്ല, അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ആര്യാസിൽ തന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് ആൾറെഡി നമ്മുടെ ടേബിളിൽ റെഡി ആയിരിക്കും കേട്ടോ, ഡെലിവറിക്ക് പോകേണ്ട ഫുഡ്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കോർഡിനേഷനും കാര്യങ്ങളാണ് ആര്യാസിൽ നിന്ന് പോകുന്നു. പിന്നെ തിരുവനന്തപുരത്ത് പട്ടത്തുള്ള KFC എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇത്രയും പൊളി. അത് ഇതേപോലെ തന്നെ നമ്മൾ ചെന്ന ഉടനെ തന്നെ ഓർഡർ റെഡിയാണ് മേശപ്പുറത്ത്, ഒരു ഡിലേ വരത്തില്ല. ഇവിടെ ഇപ്പം KFC നമ്മൾ കൊട്ടാക്കി തുടങ്ങിയത് തന്നെ കുറച്ച് നാളേ ആയുള്ളൂ. പക്ഷേ എല്ലാം നല്ല രീതിയിലാണ്, സർവീസൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഓർഡറുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാണ്ട് ഇത് തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ. KFC ചെറിയ ഡീൽ ഉണ്ട് കേട്ടോ, അതാ ലേറ്റേ. താങ്ക് യു. അല്ല അപ്പോൾ എന്തായാലും ഡെലിവറി മാർക്ക് ചെയ്യാം. സൂപ്പർ. 30 രൂപയായിരുന്നു കേട്ടോ എനിക്ക്. നോക്കട്ടെ ഇപ്പോൾ എത്ര ആയെന്ന് നോക്കട്ടെ. അടിപൊളി. 30 രൂപ 20. പിന്നെയും KFC ആണല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 20 ചെറിയ ഓർഡറാണ്. 2.76 കിലോമീറ്റർ. 2. ഇപ്പം എന്താണ്ടേ ഇപ്പം സമയം 9:30 അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ ഏകദേശം 191. ഈ 20 കൂടെ ആകുമ്പോൾ ഏകദേശം 200 സംതിങ് രൂപയാവുന്നുള്ളൂ. അപ്പം വേറെ ബാക്കി ഇപ്പം നിങ്ങളാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക? ഓൾമോസ്റ്റ് ചിലപ്പോൾ കാണുന്നവരിൽ തന്നെ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇത് വൻ നഷ്ടം കേട്ടോ, ഞാൻ പ്രാന്തായി ജോലിക്ക് പോകാൻ, അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ല ജോലിക്ക്, ഇത് വലിയ നഷ്ടമോ, അല്ലെങ്കിൽ വേണമെങ്കിൽ ചീത്ത വിളിക്കാൻ, നെഗറ്റീവായിട്ട് ഇനി അപ്രോച്ച് ചെയ്യാം. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഇഷ്ടം പോലെ പോസിറ്റീവ് സൈഡുകളുണ്ട്. ഇന്ന് നമുക്ക് ഇച്ചിരി ഏണിങ്സ് കുറവാണെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കത്തില്ല. മാത്രമല്ല രാത്രി ഇനിയും നമുക്ക് ചിലപ്പം തോനെ ഓർഡർ വരാൻ ചാൻസും ഉണ്ട്. ചിലപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേ സമയത്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് തന്നെ നമുക്ക് 200 സംതിങ് ആയിട്ടേ ഉള്ളൂ. ഈ സമയമായപ്പോൾ ഏകദേശം കറക്റ്റ്. എന്നാൽ അന്ന് രാത്രി കറക്റ്റ് 11-12 നമ്മുടെ ഏണിങ്സ് 750 രൂപയായി കേട്ടോ. അതാ പറഞ്ഞേ, നമുക്ക് ഒരിക്കലും പെട്ടെന്നൊന്നിനെയൊന്നും വിലയിരുത്താൻ പറ്റത്തില്ല. കുറ്റം പറയണമെങ്കിൽ ഇപ്പോൾ തന്നെ കുറ്റം പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ എല്ലാവരും വേണമെങ്കിൽ ഇപ്പം അടുത്തിട്ട് തിരിച്ചു പോകാം. പക്ഷെ അതിലൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് മാത്രമല്ല, ലൈഫിൽ ഏത് സ്ഥലത്തോട്ട് പോയാലും നമുക്ക് എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമായിട്ടേ കാണണ്ട. നമ്മൾ വർക്ക് ചെയ്യുന്ന കറക്റ്റായിട്ട് ഏണിങ്സ് വരുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ. പിന്നെ നമ്മളൊരിക്കലും മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കണം, അത് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മൈൻഡ് സെറ്റ് കൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുക. മൈൻഡ് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് വേറെ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തോ, ഏത് ജോലിയിലായാലും വർക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കുക, കമ്പനിയെ മനസ്സിലാക്കുക, അതിൻ്റെ വർക്കിംഗ് രീതി മനസ്സിലാക്കുക. അപ്പം നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ചെയ്ത്, അപ്പം നമുക്കൊരിക്കലും കുറ്റം പറയാൻ തോന്നത്തില്ല. നമുക്കിതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ലാത്ത വരുന്ന സമയത്താണ് നമ്മൾ വെറുതെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് ആർക്കായാലും നമുക്കിപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓർഡേഴ്സ് ഇല്ലാതെ വരുമ്പം നമുക്ക് ദേഷ്യം വരും. സ്വാഭാവികമായിട്ട് നമുക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല. ഉറപ്പായിട്ടും ഫിനാൻഷ്യലി നമ്മൾ കുറയുമ്പോൾ നല്ല ഫ്രസ്ട്രേഷൻ വരും. പക്ഷേ നമ്മളൊരിക്കലും മടുക്കേണ്ട ആവശ്യമില്ല, നമുക്കതിനൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ വേറെ ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് കമ്പനികൾ വരണം എന്ന് തന്നെ താല്പര്യം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയിലോട്ട് വേണമെങ്കിൽ മാറാം. ഇവിടെ ആരും നമ്മളെ നിർബന്ധിക്കുന്നൊന്നുമില്ല ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അങ്ങോട്ട് പോകും. ഇതിനെ പാർട്ട് ടൈം ആയിട്ട് കാണാവുന്ന അതാ പറഞ്ഞു. അപ്രീച്ച് ചെയ്യുന്നവർക്ക് ഒരു കുറ്റവും പറയേണ്ട ആവശ്യമില്ല. വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 1 minute 37 seconds later. എഗ് 2 ഫ്രൈസ്. ഇല്ല നേരത്തെ പറഞ്ഞ പ്രശ്നം എന്തോ? സ്വിഗ്ഗിയാണോ? ഓ കസ്റ്റമർ. അപ്പൊ കസ്റ്റമർ വിളിച്ചോ? അവിടെ കസ്റ്റമർ വിളിച്ചോ?
ഓ എന്താണ്ട് ഞാൻ KFC ഒരു ഓർഡർ കളക്ട് ചെയ്താ. അപ്പം ഇപ്പം മനസ്സിലായ കാര്യങ്ങളൊക്കെ ഏകദേശം. ഇപ്പം നമ്മുടെ അവിടെ ഇരിക്കുന്ന ചേട്ടൻ പറഞ്ഞതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം കസ്റ്റമർ ഒരു ഫുഡ് ഓർഡർ ചെയ്തു ഓൾറെഡി. പക്ഷേ ഡെലിവറി ബോയ് പിക്കപ്പ് ചെയ്ത്, പക്ഷേ സാധനം കസ്റ്റമറിൻ്റെ വീട്ടിൽ എത്തിയില്ല. അതുകൊണ്ട് ഈ ഓർഡറൊക്കെ ഇതൊരു ചെറിയ ഓർഡർ കേട്ടോ. ഇത് ക്യാഷ് ഓൺ ഡെലിവറി 779 രൂപ നമ്മൾ കളക്ട് ചെയ്യണം. KFC വരുന്ന ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000-2500 രൂപയൊക്കെ ആയിരിക്കും. ഹെവി ഒരുപാട് പൈസ മുടക്കി ആൾക്കാർ ഓർഡർ ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്തതാരായാലും ഇല്ലെങ്കിൽ ചെയ്യുന്നവരാരായാലും ഒരു കാര്യം ഓർത്തോണം, ഇതുകൊണ്ടൊന്നും ഒരു കാലത്തും രക്ഷപ്പെടാനും പോകുന്നില്ല. പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടത് ഒരിക്കലും നമുക്ക് ഗുണം പിടിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ആ ഉദ്ദേശം അതാണ്, നമുക്ക് കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ ഇതിൽ മനസ്സിലായ കാര്യം ഇത് ഇങ്ങനെയുള്ളവരാണ് ഇതിന് കുറ്റം പറയുന്നത്. ഇപ്പം ആ ഡെലിവറി ബോയ് ഇവിടുന്ന് ഫുഡ് പിക്ക് ചെയ്തിട്ടുണ്ട്, കസ്റ്റമറിന് ഫുഡ് എത്തിയിട്ടില്ല. എന്നാൽ കസ്റ്റമർ ഇത്രയും വില കൊടുത്ത സാധനമായിട്ട് കസ്റ്റമർ തിരിച്ച് ഇവിടം വരെ വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരും കൂടെ ആട്ടോ ബാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് അത് എല്ലാവരെയും ബാധിക്കും. ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 9:40. അപ്പോൾ നമുക്കിനിപ്പോൾ 1.5 കിലോമീറ്റർ 4 മിനിറ്റ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് പോകാൻ. അപ്പോൾ ഇതേപോലെ കള്ളത്തരം ചെയ്യുന്നവന്മാരാണ്. ഫുഡ് അടിച്ചു മാറ്റി വന്നെങ്കിൽ സ്വന്തമായിട്ട് തിന്നു വേണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് ഉള്ള മാർഗം കൂടെ നിങ്ങൾ ഇല്ലാതാവുകയാണ്. നിങ്ങളൊരാളുടെ ഫുഡ് എടുത്തു എന്ന് പറഞ്ഞ് ഒരു വട്ടം അങ്ങനെ ചെയ്തെന്ന് വരും. പക്ഷേ എല്ലാ കാലവും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒരേ തവണ നിങ്ങൾ ഒരു വട്ടം അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് ഒരു ഫാൾട്ട് ഉണ്ടായിക്കാൻ അപ്പം തന്നെ അക്കൗണ്ടിൽ ആ വാണിംഗ് വരും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല കണ്ണടച്ച് പൂച്ച കുടിക്കുക പാല് കുടിക്കുന്ന പോലെ ആരും അറിയുന്നില്ല നിങ്ങളൊരു ഫുഡ് മുക്കിയതോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്കോ വരുന്നത്. കറക്റ്റായിട്ട് കമ്പനി നമ്മുടെ DIDയിൽ നോട്ട് ചെയ്യും ഒരു ഫുഡ് മിസ്സിങ് ആണെന്നുള്ളതും അല്ലെങ്കിൽ കസ്റ്റമറിന് ഫുഡ് എത്തിയില്ല എന്നുള്ള കാര്യവും കറക്റ്റായിട്ട് നോട്ട് ചെയ്യും കേട്ടോ. അങ്ങനെയുള്ളവർക്കാണ് ഓർഡർ കിട്ടാത്തതും. അതുകൊണ്ടാണ് ഇപ്പം കൊട്ടാക്കി സോണിൽ സത്യം നമ്മളൊരു കറക്റ്റായിട്ടൊരു കാര്യം തുറന്ന് പറയുകയാണെങ്കിൽ കുറേ കള്ളന്മാരുണ്ടായിരുന്നു ഇവിടുത്തെ സോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവന്മാരെല്ലാം സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുവാണ് ID. അപ്പോൾ ഇതെല്ലാവരും ഉടായ്പ കാണിച്ച് സ്ഥിരം ഇതെല്ലാം കള്ളത്തരം കാണിക്കുന്ന കുറേ അവന്മാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളൊരു കമ്പനിയോട് വർക്ക് ചെയ്യുമ്പോൾ ഏത് ജോലി ചെയ്താലും നിങ്ങൾ അതിനോട് ആത്മാർത്ഥത അല്ലെങ്കിൽ സത്യസന്ധത എങ്കിലും കാണിക്കണം. ഇപ്പോൾ കണ്ട എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കേട്ടല്ലോ. ഡയറക്റ്റ് KFC എന്ന് പറഞ്ഞതാണ്. കസ്റ്റമർ അവിടെ വന്ന് ഫുഡ് ഡെലിവറി ബോയ് പിക്ക് ചെയ്ത് ഫുഡ് ഇവിടുന്ന് കൊടുത്തും വിട്ട്, പക്ഷേ കസ്റ്റമറിന് ഫുഡ് എത്തിയിട്ടില്ല. അപ്പോൾ ആ പുള്ളി പറഞ്ഞെന്തോ നിങ്ങൾ ഫുൾ ഉടായ്പാണല്ലോ, നമ്മളെയും കൂടെ പറയുന്നത്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മളെ പറയേണ്ട കാര്യമില്ല, മൊത്തത്തിൽ ഒരു പറഞ്ഞതാണ്. അപ്പോൾ ഒരാളെന്തെങ്കിലും മോശം ചെയ്താൽ എല്ലാവരെയും ബാധിക്കും. അപ്പം കസ്റ്റമർ കെയർ നമ്പറാണ് നമ്മുടെ അടുത്ത് വെച്ചത്. പിന്നെ വേറെ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് നമ്മളൊക്കെ ആരുടെയും പേഴ്സണൽ ID നമ്പർ ഒന്നുമില്ല കമ്പനിയുടെ. പക്ഷേ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെ എന്നാൽ കമ്പനിയുടെ പേഴ്സണൽ നമ്പറൊന്നുമില്ല, കസ്റ്റമർ കെയറിന് പ്രത്യേകിച്ച് നമ്പറൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അപ്പോൾ തന്നെ ഇതിനകത്ത് ചാറ്റിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യും. കമ്പനി നമ്പർ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൾ വരും. അല്ല ആരുടെ നമ്പർ നമ്മൾ സേവ് വെച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇത് ഇതത്തോളം നിർത്തുക. ഇനിയിപ്പോൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ നമ്മുടേതല്ലാത്ത ഒരു സാധനം എടുക്കാൻ നിൽക്കരുത്. ഫുഡ് ഒരു ഉടായ്പും കാണിച്ച് ഇതിനകത്ത് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടായാലും പൈസ കിട്ടാൻ വേണ്ടിയിട്ടായാലും പല കള്ളത്തരവും കാണിക്കുന്ന ആൾക്കാർ കൊട്ടാരക്കരയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയും. കാരണം ഞാൻ ഇതുവരെ ഒരു കള്ളത്തരം കാണിക്കുന്നില്ല. നമുക്കങ്ങനെ കള്ളത്തരത്തിലൂടെ രക്ഷപ്പെടുകയും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളവന്മാരെല്ലാം അപ്പോൾ ID സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ജോലിയില്ലാതെ നമുക്ക് വീട്ടിൽ കുത്തിയിരിക്കാം. ഫുഡ് ഓർഡർ ചെയ്തില്ലായിരുന്നോ? താങ്ക് യു. ഓർഡർ എടുത്തുന്നു. നിങ്ങളാരെങ്കിലും വർക്ക് ചെയ്യുമോ? ഇപ്പം നമ്മളെ മനസ്സിൽ വരുന്ന തോട്ടം തനിക്കും ഏകദേശം എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റും. ഏകദേശം കുറച്ചെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ വരുന്ന തോട്ടം ആരും വർക്ക് ചെയ്യത്തില്ല. 3 മണിക്കൂറത്തേക്ക് 231 രൂപയ്ക്ക് വേണ്ടി വന്നു അല്ലേ? അങ്ങനത്തെ ചിന്തയല്ലേ? അപ്പം നമ്മളെ ഇതേ ചിന്ത ഉള്ളവർ തന്നെയാണ് 9,000 രൂപയ്ക്ക്, അതായത് ഒരു ദിവസം മുഴുവൻ നിൽക്കുന്നതിന് 300-250 രൂപയും വാങ്ങിച്ചുകൊണ്ട് അഭിമാനം നോക്കി ഇവിടെ ഓരോ കടകളിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ചും ജുവലറിയിലും ടെക്സ്റ്റൈലും ബാക്കി സൂപ്പർ മാർക്കറ്റ് ഷോപ്പിലെല്ലാം ഇതിനും സാലറി കുറവാണ്. 150%
ഈ സെയിം ആൾക്കാർ തന്നെയാണ്. നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. എല്ലാത്തിനേക്കാട്ടും വലുത് നമുക്ക് ആൾക്കാരുടെ മുന്നിൽ കാണിക്കേണ്ട അന്തസ്സും അഭിമാനമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്ര വയറ് മുറുക്കി കിട്ടിയാലും സ്റ്റാൻഡേർഡ് കാണിക്കുന്നവരാ മലയാളികൾ. Much later. ഞാനത് നോക്കിയിട്ടല്ലേ അങ്ങ് പോവും. അല്ല, ഇനിയിപ്പോൾ നോക്കണ്ട, നാളെ ഇനിയിപ്പോൾ എല്ലാവരുടെ സാലറി ഒക്കെ കേട്ടോ. 31-ാം തീയതി ആയതുകൊണ്ട് കാശില്ല കേട്ടോ. അതാ മെയിനായിട്ട് നമ്മളതാ മനസ്സിലാക്കണ്ട. ലോങ് വരാത്ത അതാ, കാരണം എക്സ്ട്രാ പൈസ ഒന്നും ആരുടെയും കയ്യിലില്ല. അത് നല്ലോണം മാർക്കറ്റ് കാണാനുണ്ട്. എന്നാ ശരി കേട്ടോ, ഇങ്ങോട്ട് വരാമെന്നേ വിളിക്കും. ഞാനിപ്പോൾ നോക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പം 11 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സ്വിഗ്ഗി ആപ്ലിക്കേഷൻ. ഗൈസ് ഇപ്പോൾ സമയം 10-12 കേട്ടോ. അപ്പോൾ എനിക്കിന്ന് 11 മണി വരെ വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ എന്തായാലും നല്ല സൂപ്പർ ടയർഡായി. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഒരു പെപ്സി അങ്ങനെ വാങ്ങിക്കാൻ പോകും. നമ്മളിപ്പം കൊട്ടാരക്കലെ പിസ്സ ഹട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നിങ്ങൾക്കും അപ്പോൾ എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പാർട്ടായിട്ട് മാറും. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് സൂപ്പർ ടാങ്ക്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ബ്രോ ഒരു പെപ്സി. വിക്കറ്റിൻ്റെ താലൂക്ക് ഹോസ്പിറ്റലാണ്. അടിപൊളി. ഇതും ഗ്യാസ് ഉണ്ടല്ലോ കേട്ടോ. 714 രൂപ. താങ്ക് യു. ആൾറെഡി ഞാൻ 3 മണിക്കൂർ 51 മിനിറ്റാണ് വർക്ക് ചെയ്തേക്കുന്നത്. അടിപൊളി. പിന്നെ റോഡ് വന്നിട്ടുണ്ട്. കേസ് 21 രൂപ. അപ്പോൾ ഈ കാണുന്ന കൊട്ടാരക്കര എംജിഎം സ്കൂൾ. അപ്പോൾ ഇവിടുന്ന് ആനുവൽ ഡേ എങ്ങാണ്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 22 രൂപ നമുക്കിത്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് നമ്മൾ ബൾക്ക് ഓർഡർ കൊടുത്തില്ലെന്ന്. അതുകൊണ്ട് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ബൾക്ക് ഓർഡർ കൊടുത്ത് 2447 രൂപയായിരുന്നു. അപ്പോൾ അവരുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 2500 രൂപ. അല്ലെങ്കിൽ ഞാൻ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്താണ് കേട്ടോ ബാഗിൽ വെച്ചേക്കുന്നത്. പക്ഷേ അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇത് കൊള്ളും സാറെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് ബൾക്ക് ഓർഡറിൻ്റെ. പക്ഷേ രക്ഷയില്ല, ബൾക്ക് ഓർഡർ നമുക്ക് തന്നില്ല കേട്ടോ. ഞാൻ 2-3 വട്ടം ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് 1/2 മണിക്കൂറോളം ഏകദേശം വേസ്റ്റായി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇത് ബാഗ് കൊള്ളും, ബാഗിൻ്റെ ടോപ്പ് വരെ നിൽക്കുക, സാധനം പുറത്തോട്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ബൾക്ക് ഓർഡർ എനിക്ക് കിട്ടിയില്ല, റിജക്റ്റായി. അപ്പോൾ അതായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസത്തെ വിശേഷം. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പം ലോഗ് ഔട്ട് ചെയ്യാണ്.